നരേന്ദ്രമോദി പറഞ്ഞത് ഈ രാജ്യത്തിലെ കുട്ടികളെ നന്നായിട്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികളെ നന്നായിട്ട് വളർത്തിയെടുത്താൽ അതാണ് ഭാവിയുടെ വാഗ്ദാനമെന്നും അതാണ് ഈ രാജ്യത്തിലെ കുടുംബങ്ങളെ സംരക്ഷിക്കുന്ന കുഞ്ഞുങ്ങൾ അവരാണെന്നും പറഞ്ഞാണ് സുകന്യാ സമൃദ്ധി യോജന ഈ രാജ്യത്ത് നരേന്ദ്രമോദി നടപ്പാക്കിയത്. ഈ രാജ്യത്തിന്റെ റേഷൻ കാർഡിന്റെ അവകാശികൾ, ഇത്രയും കാലം ഈ രാജ്യത്തിന്റെ റേഷൻ കാർഡിന്റെ അവകാശികൾ പുരുഷന്മാരായിരുന്നുവെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഈ രാജ്യത്തിന്റെ റേഷൻ കാർഡിന്റെ അവകാശികളായി സ്ത്രീകളെ പ്രഖ്യാപിച്ചുകൊണ്ട് ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള ഒരു വിപ്ലവം സംഘടിപ്പിച്ചത് നരേന്ദ്രമോദി സർക്കാരാണ്. ഈ രാജ്യത്തിലെ റേഷൻ കാർഡിന്റെ ഉടമകൾ മാത്രമല്ല, നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി ആവാസ് യോജന വഴി ലഭിക്കുന്ന വീടുകൾ, പ്രധാനമന്ത്രി ഈ രാജ്യത്ത് വെച്ചുകൊടുത്തിരിക്കുന്ന 4,80,00,000 വരുന്ന വീടുകൾ, ആ വീടുകളുടെ അവകാശിയാരാ? അതും അദ്ദേഹം നൽകിയത് സ്ത്രീകൾക്കാണ്. ആ വീട്ടിലെ സ്ത്രീകളായിരിക്കും ആ വീടിന്റെ അവകാശി എന്നാണ് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത്. ഈ രീതിയിൽ സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീകൾ നേതൃത്വം നൽകുന്ന ഒരു പുതിയ ലോകക്രമത്തിനു വേണ്ടി, അതിനുവേണ്ടി സ്ത്രീ ശാക്തീകരണത്തിനു വേണ്ടി സഹോദരിമാരെയും അമ്മമാരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ മുഴുവൻ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ആ മഹത്തായിട്ടുള്ള ഉദ്യമങ്ങളുടെ നിരവധി ഉദാഹരണങ്ങൾ നരേന്ദ്രമോദി സർക്കാർ ഈ കഴിഞ്ഞ 12 വർഷമായിട്ട് നടപ്പാക്കിയ ഓരോ പദ്ധതികളിലൂടെയും നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള പദ്ധതികൾ അവതരിപ്പിച്ചുകൊണ്ട് നിരന്തരമായിട്ട് സ്ത്രീ സമൂഹത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഈ രാജ്യത്ത് നടത്തിയ എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളുടെയും ലക്ഷ്യം കുടുംബത്തെ സംരക്ഷിക്കുകയും സ്ത്രീകളെ ശാക്തീകരിക്കുകയും അതായിരുന്നു നരേന്ദ്രമോദി സർക്കാരിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള വലിയ ഒരു ഇന്ത്യ മഹാരാജ്യത്തിലെ സ്ത്രീ സമൂഹത്തിന് വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന, സ്ത്രീ സമൂഹത്തിന് കേരളത്തിന്റെ അസംബ്ലിക്കുള്ളിൽ കടന്നിരിക്കാൻ സാധിക്കുന്ന, ഇന്ത്യ മഹാരാജ്യത്തിന്റെ പാർലമെന്റിനുള്ളിൽ കടന്നിരിക്കാൻ സാധിക്കുന്ന ഒരു വിപ്ലവകരമായിട്ടുള്ള മുന്നേറ്റത്തെ ഈ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും നശിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മുക്തരാകണം. നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞു, ഇപ്പോഴുള്ള ഈ സംവരണം 543 എംപിമാരുള്ള ഇന്ത്യൻ പാർലമെന്റിൽ 33% സംവരണം ഏർപ്പെടുത്തിയാൽ പലർക്കും സീറ്റുകൾ നഷ്ടപ്പെടും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാം. കേരളത്തിൽ 20 എംപിമാരെന്നുള്ളത് 30 ആക്കി തരാം. കേരളത്തിൽ 140 MLA-മാരെന്നുള്ളത് 210 ആക്കി തരാം. എന്നിട്ട് നമുക്ക് പാവപ്പെട്ട സ്ത്രീകൾക്ക് സംവരണം കൊടുക്കാം എന്ന് നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞു. അമിത്ഷാ പറഞ്ഞു. കേട്ടില്ല. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ കേട്ടില്ല, കോൺഗ്രസുകാർ കേട്ടില്ല. അവർക്ക് സ്ത്രീകൾ വരാൻ പാടില്ല, അവർക്ക് സ്ത്രീകൾ വരാൻ പാടില്ല, സ്ത്രീകൾ അധികാര സ്ഥാനത്തേക്ക് വരാൻ പാടില്ല എന്ന നിശ്ചയദാർഢ്യവുമായിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും നിൽക്കുന്നത്. അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് 20 എംപിമാരുള്ള കേരളത്തിന് 30 എംപിമാരെ തരാം, അതിൽ 10 പേർ സ്ത്രീകളായിക്കോട്ടെ. 20 എംപിമാർക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, പുതുതായിട്ട് കിട്ടുന്ന 10 പേർ സ്ത്രീകളായിക്കോട്ടെ എന്ന് നരേന്ദ്രമോദി പറയുമ്പോൾ എന്തുകൊണ്ടാ കമ്മ്യൂണിസ്റ്റുകാരാ, എന്തുകൊണ്ടാ കോൺഗ്രസുകാരാ നിങ്ങൾക്കത് അംഗീകരിക്കാൻ സാധിക്കാതിരുന്നതിന് കാരണം എന്താ? ഞങ്ങൾക്കറിയണം. ഇവിടുത്തെ BJPക്കല്ല, ഈ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് അറിയണം. ഈ കേരളത്തിലെ 1.5 കോടി വരുന്ന സ്ത്രീകൾക്ക് അറിയേണ്ട ചോദ്യമാണിത്. എന്തുകൊണ്ട്? മറ്റൊന്നും കൊണ്ടല്ല. സ്ത്രീകൾ എന്ന് പറയുന്നത് പുരുഷനോടൊപ്പം അധികാരപ്പെട്ടവനല്ല എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ഭീകര പ്രസ്ഥാനം, ഒരു മതമൗലികവാദി പ്രസ്ഥാനം ഈ കേരളത്തിലുണ്ട്. ജമായത്ത് ഇസ്ലാമിയും SDP-യും പോലെയുള്ള പ്രസ്ഥാനങ്ങൾ. സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല, സ്ത്രീകൾ ഡാൻസ് ചെയ്യാൻ പാടില്ല, സ്ത്രീകൾ മുഖം പുറത്തു കാണിക്കാൻ പാടില്ല, സ്ത്രീകളുടെ ശരീരഭാഗങ്ങൾ പുറത്തു കാണിക്കാൻ പാടില്ല, സ്ത്രീകൾ കറുത്ത തുണിയാൽ മൂടിപ്പുതച്ച് നടക്കണം, സ്ത്രീകൾ ഡാൻസ് ചെയ്യാൻ പാടില്ല, സ്ത്രീകൾ ഡോക്ടറാകാൻ പാടില്ല, സ്ത്രീകളെ പുരുഷ ഡോക്ടർമാർ ചികിത്സിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന കാടത്തവും ഭീകരതയും അടങ്ങുന്ന പഴയ പ്രാകൃത നിയമങ്ങൾ പേറി നടക്കുന്ന കുറെ ഭീകരവാദ പ്രസ്ഥാനങ്ങൾ, ജമായത്ത് ഇസ്ലാമിയും SDP-യും ഉൾപ്പെടെയുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങൾ ഈ കേരളത്തിലുണ്ട്. ആ പ്രസ്ഥാനങ്ങളുടെ അജണ്ടയാണ് ഇന്ന് പിണറായി വിജയന്റെ അജണ്ട.
ആ പ്രസ്ഥാനങ്ങളുടെ അജണ്ടയാണ് ഇന്ന് വി ഡി സതീശൻ എന്ന് പറയുന്ന കോൺഗ്രസുകാരന്റെ അജണ്ട. മതമൗലികവാദികളായിട്ടുള്ള SDPI-കാരന്റെയും പോപ്പുലർ ഫ്രണ്ടുകാരന്റെയും അജണ്ട നടപ്പാക്കുന്ന മതമൗലികവാദികളായിട്ടുള്ള വർഗീയ കോമരങ്ങളായി വി ഡി സതീശന്മാരും പിണറായി വിജയന്മാരും അധപ്പതിച്ചപ്പോഴാണ് ഈ കേരളത്തിൽ ഇന്നുള്ള എംപിമാർക്ക് ഒരു സീറ്റ് പോലും നഷ്ടപ്പെടാതെ കൂടുതലായി 10 സീറ്റുകൾ അനുവദിച്ച് കേരളത്തിലെ സ്ത്രീകളെ പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും എത്തിക്കാമെന്നുള്ള വാക്ക് നരേന്ദ്രമോദി കൊടുത്തിട്ട് പോലും സ്ത്രീകൾ പ്രവേശിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് ജമായത്ത് ഇസ്ലാമിയുടെ ഭീകര പ്രസ്ഥാനങ്ങളുടെ അജണ്ട പ്രകാരമാണ്. നിങ്ങൾ കണ്ടില്ലേ, കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് SSLCക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കഴിഞ്ഞ റിസൾട്ട് വന്നപ്പോ SSLCക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ ഒരു 16-കാരി മലപ്പുറത്ത് അവിടെ മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച ഒരു വേദിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അതിന്റെ ഒരു വീഡിയോ നമ്മളുടെ എല്ലാവരുടെയും നമ്മളെ അത്രയും വേദനിപ്പിക്കുന്ന ഒരു വീഡിയോയാണ് പുറത്തു വന്നത്. കുറെ കൊച്ചു ആൺകുട്ടികളെയൊക്കെ വിളിച്ചു, അവർക്കെല്ലാവർക്കും മെമന്റോയും പുസ്തകവും കൊടുത്തു. അവസാനം ഒരു പെൺകുട്ടിയെ വിളിക്കുന്നു. ആ പെൺകുട്ടിയുടെ പേര് വിളിച്ച് ആ പെൺകുട്ടി ഇങ്ങോട്ടേക്ക് വരുമ്പോ ഒരു മൗലവി എണീറ്റ് പറയുന്നു, അവളെ വിളിക്കരുത്, അവളെ ഇറക്കിവിട്, അവക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ മൗലവി ബഹളം വയ്ക്കുകയാണ് സ്റ്റേജിൽ. ആ സമയത്ത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ തലതൊട്ടപ്പനായിട്ടുള്ള തങ്ങൾ അവിടെ നിൽക്കുകയാണ്. ആ തങ്ങൾ ഉൾപ്പെടെ നിൽക്കുമ്പോ ഒരു മതമൗലികവാദിയായിട്ടുള്ള ഒരുവൻ അവിടെ നിന്ന് അലറി വിളിക്കുന്നു, പെൺപിള്ളേർക്ക് പഠിച്ചാൽ റിസൾട്ട് ഉണ്ടായാൽ റാങ്ക് ഉണ്ടായാൽ പെൺകുട്ടികളെ പൊതുവേദിയിൽ വെച്ച് അനുമോദിക്കരുത് എന്ന് ആക്രോശിക്കുക. 16-കാരിയായിട്ടുള്ളൊരു പെൺകുഞ്ഞിന്, കഷ്ടപ്പെട്ട് പഠിച്ച് SSLCക്ക് ഉന്നത മാർക്ക് വാങ്ങിയ ഒരു കുഞ്ഞിന് ഒരു സ്റ്റേജിൽ കയറ്റി ഒരു അനുമോദനം കൊടുക്കാൻ പോലും മതം കൊണ്ട് അതിനെപ്പോലും തടുക്കുന്ന മതമൗലികവാദികൾ നേതൃത്വം നൽകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും എങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരെ പാർലമെന്റിലേക്ക് അയക്കാൻ അവർ അനുവദിക്കുക? എങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കാൻ അനുവദിക്കുക? അതാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഇതിനെ എതിർക്കാൻ കാരണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും എതിർക്കാൻ കാരണം അതാണ്. ഈ മനസ്സാണ്. ഈ മനസ്സ് ഈ കേരളത്തെ അപകടപ്പെടുത്തുന്ന മനസ്സാണ്. ഈ കേരളത്തിന്റെ ഭാവിയെ നശിപ്പിക്കുന്ന മനസ്സാണ്. ഈ മനസ്സുകൊണ്ടാണ് മുത്തലാഖ് നിരോധിച്ച സമയത്ത് മുത്തലാഖ് നിരോധനത്തിനെതിരായിട്ട് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും രംഗത്ത് വന്നത് ഈ വർഗീയ മനസ്സ് വെച്ചിട്ടാണ്. മുത്തലാഖ് നിരോധിച്ചാൽ ആർക്കാണ് ദോഷം? ഇവിടുത്തെ പാവപ്പെട്ട മുസ്ലിം സഹോദരിമാരെ തലാക്ക് 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 എന്ന് SMS അയച്ചും വാട്സാപ്പ് അയച്ചും ഫോണിൽ കൂടി വിളിച്ചു പറഞ്ഞും കഴിഞ്ഞ 25 വർഷവും 30 വർഷവുമായിട്ട് ഒരുമിച്ച് ജീവിച്ച് അയാളുടെ 4-5 കുട്ടികളെ പ്രസവിക്കാൻ വിധിക്കപ്പെട്ട ആ പ്രിയപ്പെട്ട സഹോദരിയെ, സ്വന്തം ഭാര്യയെ ഒരു SMS വഴിയോ വാട്സാപ്പ് വഴിയോ അല്ലെങ്കിൽ ഫോൺ കോളിലൂടെയോ തലാക്ക് 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 എന്ന് ചൊല്ലി നീചമായിട്ട് വലിച്ച് ഓടയിലേക്ക് എറിയുന്ന അതിഭീകരമായിട്ടുള്ള ഒരു നിയമം ഇസ്ലാമിക മതാന്തന്മാർ നയിക്കുന്ന രാജ്യങ്ങളിൽ പോലും നിലവിലില്ലാത്ത അതിക്രൂരമായിട്ടുള്ള ഒരു നിയമം ഈ രാജ്യത്ത് നിലനിന്നിരുന്നു. ഈ രാജ്യം സ്വതന്ത്രയായ 1947 മുതൽ നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നത് വരെ ഈ രാജ്യത്ത് നിലനിന്നിരുന്ന അതിഭീകരമായിട്ടുള്ള നിയമമായിരുന്നു. ആ നിയമത്തെ ഞങ്ങൾ നിരോധിച്ചു. മുത്തലാഖ് നിരോധിച്ചു. മാത്രമല്ല, ഏവനെങ്കിലും മുത്തലാഖ് ചൊല്ലിയാൽ അവനെ പിടിച്ച് ജയിലിലിട്ട് 2 വർഷം വരെ ജയിലിലിടാനുള്ള നിയമവും ഈ രാജ്യത്ത് നടപ്പാക്കി. ഈ രാജ്യത്തിലെ സ്ത്രീകളുടെ സ്വാഭിമാനം സംരക്ഷിക്കാനായി ഈ രാജ്യത്ത് വിപ്ലവം തുപ്പികൾ എന്ന് പറയുന്ന നാണം കെട്ട കമ്മ്യൂണിസ്റ്റുകാരാ, നിനക്കൊക്കെ അല്പമെങ്കിലും അന്തസ്സും അഭിമാനവും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ രാജ്യത്തിലെ സ്ത്രീ തൊട്ട് പേപ്പട്ടിയേക്കാൾ ഗതികെട്ട അവസ്ഥയിലേക്ക് കാണുന്ന മുത്തലാഖ് നിയമം, മുത്തലാഖ് എന്ന് പറയുന്ന നീചവും പ്രാകൃതവുമായിട്ടുള്ള നിയമത്തെ
നിരോധിച്ച ഭാരതീയ ജനതാ പാർട്ടിയുടെ വിപ്ലവകരമായിട്ടുള്ള സമീപനത്തിന് പിന്തുണ നൽകുകയായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്യേണ്ടിയിരുന്നത്. അവൻ ചെയ്തില്ല. അവൻ ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പമായിരുന്നു, അവൻ താലിബാനോടൊപ്പമായിരുന്നു, അവൻ ഭീകരവാദികളോടൊപ്പമായിരുന്നു, അവൻ അധപ്പതിച്ച മതാന്ത വിശ്വാസങ്ങളുടെ പിന്നാമ്പുറങ്ങളിൽ അഭയം തേടുന്നവനായി ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരൻ മാറി. കേരളത്തിലെ കതറിട്ട കോൺഗ്രസുകാരന്മാർ മാറി. അതാണ് സംഭവിച്ചത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഈ രാജ്യത്ത് 3 പ്രാവശ്യം തുടർച്ചയായിട്ട് ഇന്ത്യ ഭരിക്കുന്നു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തുടർച്ചയായിട്ട് വീണ്ടും അധികാരത്തിൽ വരുന്നു. എന്താ കാരണം? മുസ്ലിം സഹോദരിമാർ വോട്ട് ചെയ്യുന്ന ചിഹ്നമേതെന്നറിയോ? ഈ രാജ്യത്ത് സ്വതന്ത്രമായിട്ട് ഇറങ്ങിച്ചെന്ന് പോളിംഗ് ബൂത്തിൽ ചെന്ന് വോട്ട് ചെയ്യാൻ മുസ്ലിം സഹോദരിമാർക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ അവർ ചെയ്യുന്ന വോട്ട് താമര ചിഹ്നത്തിലാണ് ഈ രാജ്യത്ത് വീഴുന്ന വോട്ട്. കാരണം അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്ത പാർട്ടിയാ ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, സ്ത്രീത്വത്തിനു വേണ്ടി അടരാടുന്ന പാർട്ടി, അധികാരത്തിൽ വന്ന ശേഷം അതിനുവേണ്ടിയുള്ള ഓരോ പരിശ്രമവും നടത്തിയ പാർട്ടി അത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഒരു നിയമം നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ ആ നിയമം നടക്കും ഈ രാജ്യത്ത്. ആ നിയമപ്രകാരം ആയിരക്കണക്കിന് വരുന്ന സഹോദരിമാർ ഈ രാജ്യത്തിന്റെ അസംബ്ലിക്കുള്ളിലേക്കും ഈ രാജ്യത്തിന്റെ പാർലമെന്റിനുള്ളിലേക്കും അധികാര സ്ഥാനത്ത് അഹങ്കാരത്തോടെ, ആവേശത്തോടെ, അഭിമാനത്തോടെ കടന്നു വരുന്ന ദിനങ്ങൾ നരേന്ദ്രമോദിയും ഭാരതീയ ജനതാ പാർട്ടിയും ഈ രാജ്യത്ത് സൃഷ്ടിക്കും. അത് സുനിശ്ചിതമാണ്. അതിലാർക്കും അല്പം പോലും സംശയമില്ല. ഈ രാജ്യത്തെ താലിബാനാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഈ രാജ്യത്തെ മതവർഗീയന്മാരുടെ വർഗീയ ഭരണകൂടങ്ങളുടെ അവസ്ഥയിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഈ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണെങ്കിൽ, ഈ രാജ്യം ഒരു മതേതര രാജ്യമാണെങ്കിൽ, ഈ രാജ്യം ഒരാളിനോടും ലിംഗത്തിന്റെ പേരിൽ ആരോടും വിവേചനം കാണിക്കാൻ പാടില്ല എന്ന് മഹാത്മാ അംബേദ്കർ തയ്യാറാക്കിയ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 14, 15 വകുപ്പുകൾ പ്രകാരം ഈ രാജ്യത്ത് മതത്തിന്റെ പേരിലോ മറ്റൊന്നിന്റെ പേരിലും ലിംഗത്തിന്റെ പേരിലോ ഒരു വിവേചനവും പാടില്ല എന്ന് എഴുതി വച്ചിരിക്കുകയാണ്. ആ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസുകാരനോടും കമ്മ്യൂണിസ്റ്റുകാരനോടും പറയാനുള്ളത്, ആ ഭരണഘടന ഉയർത്തിപ്പിടിച്ചാൽ മാത്രം പോരാ. അംബേദ്കർ ഈ രാജ്യത്തിലെ ജനതയോട് പറഞ്ഞിരിക്കുന്നത് സ്ത്രീ പുരുഷ വിവേചനം പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ, ആ സ്ത്രീ പുരുഷ വിവേചനത്തിന് അതീതമായിട്ടുള്ള നിയമം വരുമ്പോൾ അതിനെ അംഗീകരിക്കാൻ കൂടി ഈ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും തയ്യാറാകണം. ഞങ്ങൾ ഭരണഘടന ഉയർത്തിപ്പിടിക്കാനല്ല ശ്രമിക്കുന്നത്, ഭരണഘടന നടപ്പാക്കാനാണ് BJP ശ്രമിക്കുന്നത്. ഭരണഘടന നടപ്പാക്കും. അംബേദ്കർ എന്താണോ സ്വപ്നം കണ്ടത് അത് ഈ രാജ്യത്ത് നടപ്പാക്കും. അതിനുവേണ്ടി BJP പ്രതിജ്ഞാബദ്ധമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിൽ കോരിച്ചൊരിയുന്ന മഴയത്തും സ്വന്തം അവകാശ സമരത്തിന്റെ ആ ഉൾക്കരുത്ത് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ എത്തിയ ആലപ്പുഴയിലെ ധീരരായിട്ടുള്ള പോരാളികളായിട്ടുള്ള വനിതാ സഹപ്രവർത്തകർക്ക് 1000 അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ സമരം നമ്മൾ അധികാര സ്ഥാനത്തിൽ എത്തിക്കുന്നതുവരെ അചഞ്ചലമായി നിസ്സീമമായി മുന്നോട്ട് തന്നെ കൊണ്ടുപോകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി എല്ലാവർക്കും നരേന്ദ്രമോദി സർക്കാരിന്റെ ആ സുചിന്തിതമായിട്ടുള്ള ഈ നിയമം നടപ്പാക്കുന്നതുവരെ വിശ്രമമില്ല എന്ന് മാത്രം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, നിങ്ങൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ബോലോ ഭാരത് മാതാ കേ ജയ്, ജയ് BJP, ജയ് ജയ് ഭാരത് മാതാ.